ഹലോ! നമുക്കിന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു അടിപൊളി എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും അല്ലേ? അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി കഴിഞ്ഞപ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 7 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയാൽ മാത്രം മതി. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. 2 മീഡിയം സൈസിലുള്ള സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് അരിയണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റുന്നതെന്ന് പറയുമ്പോൾ അധികം വഴന്ന് പോവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം രീതിയിൽ ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ സവാളയെല്ലാം ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീൻസും പിന്നെ ക്യാബേജും ക്യാപ്സിക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് ആ പച്ചക്കറി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് എന്താ പറയുക, ഒരു പകുതി വേവ് പോലും ആവേണ്ട ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരറിയാതെ ഇത് കഴിച്ചു പോകും കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവർക്ക് ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണേ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നത്. നിങ്ങളും ചോറിൽ ഉപ്പിട്ടാണ് വേവിക്കുന്നതെങ്കിൽ പച്ചക്കറിയിൽ ഉപ്പിടുമ്പോൾ അത് നോക്കി വേണം ചേർക്കാൻ. ഇല്ല, ചോറിൽ ഉപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ റെസ്റ്റോറൻറ്റ് രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ല, നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 മുട്ടയാണ്. 3 മുട്ട ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടതിന് ശേഷമാണ് ഞാൻ മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടായിട്ട് തോന്നുന്നെങ്കിൽ ആദ്യമേ തന്നെ വേറൊരു പാനിൽ നമുക്കിതുപോലെ മുട്ട ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാല എല്ലാം ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടയിൽ പിടിക്കും. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ മുട്ട അധികം അങ്ങ് വെന്ത് ഡ്രൈ ആയി പോവണ്ട. ഒരു 3/4 വേവാവുന്ന സമയത്ത് നമുക്കിത് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്, ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് പ്രത്യേകം ഇനി ഉപ്പ് ചേർക്കേണ്ട. ഉപ്പ് ചേർക്കാതെ വേവിക്കുന്നവർക്ക് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അധികം പൊടിഞ്ഞതല്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയിട്ട് നമുക്ക് ചോറ് പൊട്ടിപ്പോവാതെ ഇതുപോലെ പയ്യെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ നമ്മൾ അടിപൊളി എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.